ഗൈസ്, എല്ലാവർക്കും ക്വിസ് ആൻഡ് ലേണിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത് സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട ഒരു 10 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. ഫസ്റ്റ് 10 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. വീഡിയോയുടെ അവസാനം നിങ്ങൾക്കായി ഒരുക്കിയ ഒരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ടാകും. ബോണസ് ക്വസ്റ്റ്യൻ എന്നാൽ അറിയാത്തവർക്ക് നിങ്ങൾക്കായി തരുന്ന ഒരു ഹോംവർക്ക് പോലെയുള്ള ഒരു ചോദ്യമാണ് ബോണസ് ക്വസ്റ്റ്യൻ. ക്വിസ് ആൻഡ് ലേണിങ്ങിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് PDF വഴി അതിൽ ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് അതിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. താല്പര്യമുള്ള കുട്ടികൾക്ക് അതിൽ ചേരാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. INC അഥവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് ഏത് ബ്രിട്ടീഷ് ഭരണാധികാരിയാണ്? ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്. A.O. ഹ്യൂം. A.O. ഹ്യൂം എന്ന ബ്രിട്ടീഷ് ഭരണാധികാരിയാണ് INC അഥവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത്. വീഡിയോയിലെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം എന്ന്? രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്. 1857. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നിട്ടുള്ളത്. മൂന്നാമത്തെ ചോദ്യം ഇതാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് കാൺപൂരിൽ നേതൃത്വം നൽകിയത് ആര്? മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്. നാനാ സാഹിബ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് കാൺപൂരിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബ് ആയിരുന്നു. ഇതൊരു ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്, ഓർത്തു വെക്കുക. നാലാമത്തെ ചോദ്യം ഇതാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? കേളപ്പനാണ് കേരള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. ദത്തവകാശ നിരോധന നയം നടപ്പിലാക്കിയത് ആര്? ഡൽഹൌസി പ്രഭുവാണ് ദത്തവകാശ നിരോധന നയം നടപ്പിലാക്കിയിട്ടുള്ളത്. അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഡൽഹൌസി പ്രഭു. ആറാമത്തെ ചോദ്യം ഇതാണ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ആര്? ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്. ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത്. ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഏഴാമത്തെ ചോദ്യം ഇതാണ്. ഗാന്ധിജിയുടെ ആത്മീയ ഗുരു എന്നറിയപ്പെടുന്നത് ആര്? ഇത് ഗാന്ധിജിയുടെ ആത്മീയ ഗുരുവാണ്. മറ്റേത് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവാണ്. രണ്ടും കൺഫ്യൂഷനായി പോകരുത്, രണ്ടും വേറെ വേറെയാണ്, ശ്രദ്ധിക്കുക. ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്. ലിയോ ടോൾസ്റ്റോയ്. ലിയോ ടോൾസ്റ്റോയിയാണ് ഗാന്ധിജിയുടെ ആത്മീയ ഗുരു എന്നറിയപ്പെടുന്നത്. എട്ടാമത്തെ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആര്? എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്. മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദാണ് മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. ഒമ്പതാമത്തെ ചോദ്യം ഇതാണ്. സഞ്ചരിക്കുന്ന വായനശാല എന്നറിയപ്പെടുന്നത് ആര്? ഒമ്പതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്. ഭഗത് സിംഗ്. ഭഗത് സിംഗ് ആണ് സഞ്ചരിക്കുന്ന വായനശാല എന്ന പേരിൽ അറിയപ്പെടുന്നത്. പത്താമത്തെ ചോദ്യം ഇതാണ്. ബോംബ് എറിഞ്ഞത് കൊല്ലാനല്ല, ബധിരകർമ്മം തുറക്കാനാണെന്ന്. ഇത് ആരുടെ വാക്കുകൾ? പത്താമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഭഗത് സിംഗ്. നമ്മളിപ്പോൾ ഭഗത് സിംഗിനെ പറ്റി 2 കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇവ രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ്, ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾക്കായി ഒരുക്കിയ ഒരു ബോണസ് ക്വസ്റ്റ്യനാണ്. കേരള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര്? ഇതിൻ്റെ ഉത്തരം അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ചോദ്യത്തിൻ്റെ കറക്റ്റ് ഉത്തരം പറഞ്ഞവരാണ് നമ്മളുടെ വിന്നേഴ്സ്. ഈ വിന്നേഴ്സിനെ അടുത്ത വീഡിയോയിൽ നമ്മൾ പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.